എന്തുകൊണ്ടാണ് തനിക്ക് പാലും വെണ്ണയും സമ്മാനമായി നൽകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് തന്റെ മനോഹരമായ പല്ലുകൾ കാട്ടി നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ നിലകൊണ്ടു. അപ്പോൾ യശോദ ചിന്താധീനയായി ഉടനെ തന്നെ അടുക്കളയിൽ ചെന്ന് നല്ല വെണ്ണ എടുത്തുകൊണ്ടുവന്നു. ആ വെണ്ണ മുഴുവൻ പുത്രന്റെ വലതു കൈയിൽ യശോദ സന്തോഷത്തോടു കൂടി വെച്ചുകൊടുത്തു. അത് സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ ഒരു കുസൃതി ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, എന്റെ വലതു കൈക്ക് മാത്രമല്ലേ അമ്മ വെണ്ണ നൽകിയിട്ടുള്ളൂ? അപ്പോൾ ഇടതു കൈക്ക് എന്തു തോന്നുമെന്ന് അമ്മ ഓർക്കാഞ്ഞതെന്തേ? രാമന് മാത്രമായി വെണ്ണ നൽകിയാൽ എനിക്ക് പരിഭവം തോന്നുകയില്ലേ? പുത്രന്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ട് യശോദ വിസ്മയം പൂണ്ടു. ഇടതു കൈയിൽ വെച്ചു കൊടുക്കുവാനുള്ള വെണ്ണ എടുക്കുന്നതിനായി യശോദ വീണ്ടും അടുക്കളയിലേക്ക് പോയി. ആ സമയം കൊണ്ട് കൃഷ്ണൻ തന്റെ വലതു കൈയിലെ വെണ്ണ ആസ്വദിച്ചു തീർത്തു. വെണ്ണയുമായി മടങ്ങി വന്ന യശോദയോട് കൃഷ്ണൻ പറഞ്ഞു, എന്ത് കഷ്ടമാണമ്മേ, എന്ത് കഷ്ടമാണമ്മേ, എന്റെ കയ്യിലിരുന്ന വെണ്ണ മുഴുവൻ ഒരു കാക്ക വന്നു റാഞ്ചിക്കൊണ്ട് പറന്നുപോയി. ഞാൻ തികച്ചും ഭോഷനായി പോയിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഉള്ളിലൊതുക്കുന്ന ജഗദീശ്വരനാണ് ഇവിടെ തന്റെ വലതു കൈയിലെ വെണ്ണ മുഴുവൻ കാക്ക അപഹരിച്ചതിനെ കുറിച്ച് പരാതി പറയുന്നത്. കാക്ക പറന്നു വന്ന് വെണ്ണ റാഞ്ചിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഏതു കുട്ടിയെയും പോലെ കരയാൻ തുടങ്ങി. അതിലെ രസം ആസ്വദിച്ചുകൊണ്ട് യശോദ ചിരിച്ചു. വീണ്ടും യശോദ അടുക്കളയിൽ ചെന്ന് പുതുവെണ്ണ എടുത്തുകൊണ്ട് വന്ന് പുത്രന്റെ രണ്ട് കൈകളിലും ഒരേ സമയം വെച്ചുകൊടുത്തു. അഴകോടുകൂടി ഉരുട്ടിയെടുത്ത വെണ്ണ അത് കണ്ട് കൃഷ്ണൻ ആനന്ദിച്ചു. പൂനിലാവിനേക്കാൾ ശോഭയാർന്ന ചിരി കൃഷ്ണന്റെ മുഖത്ത് തെളിഞ്ഞു. ഒട്ടും വൈകാതെ വെണ്ണ മുഴുവൻ അകത്താക്കുകയും ചെയ്തു. അതിലെ ആസ്വാദന രസം മാറുന്നതിന് മുമ്പ് മായാവിയും കുസൃതിയുമായ കൃഷ്ണൻ അമ്മയോട് പറയുന്നു, അമ്മ, പിന്നെയും ഒരു കുഴപ്പം. ഇപ്പോൾ അമ്മ തന്ന വെണ്ണ ശരിക്കും ഉള്ളിലേക്ക് പോയിട്ടില്ല. നേരത്തെ കഴിച്ച വെണ്ണയിൽ അത് തടഞ്ഞിരിക്കുന്നു. ഇത്തിരി ചൂട് പാൽ കൂടി കുടിക്കാതെ അത് ഉള്ളിലേക്ക് ഇറങ്ങുകയില്ലെന്ന കാര്യം തീർച്ചയാണ്. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ കഴുത്ത് നീട്ടിപ്പിടിച്ചും കണ്ണുകൾ തുറിച്ചു കാട്ടിയും കൊണ്ട് വെണ്ണ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്നതിന്റെ സംഭ്രമം പ്രകടിപ്പിച്ചു. അമ്മ യശോദ എങ്ങനെ പരിഭ്രമിക്കാതിരിക്കും? മായാവിനോദനായ ആ പുത്രൻ പറയുന്നത് നേരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യശോദ തിടുക്കത്തിൽ നല്ല ചൂടുള്ള പാല് കൃഷ്ണന് നൽകി സംഭ്രമം ഒഴിവാക്കി. അത് കുടിച്ച് തൃപ്തനായ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിന്നു. ആ ചിരിയിൽ പ്രപഞ്ചകർത്താവിന്റെ ലീലാവിനോദം മുഴുവൻ അടങ്ങുന്നു. നിർമ്മലനായ ഭഗവാൻ ഇപ്രകാരം പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ യശോദ സ്വയം ആശ്വസിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്നു, എന്റെ മകനെ, നിന്റെ ദണ്ണം ഒഴിഞ്ഞുവോ? അമ്മയുടെ വാത്സല്യത്തിൽ നിന്നുയരുന്ന ആ ചോദ്യം കേട്ടപ്പോൾ ഏത് പുത്രനാണ് ചിരിക്കാതിരിക്കുക? കൃഷ്ണൻ സുഖമായി ചിരിച്ചു. എന്നിട്ട് കൃഷ്ണൻ അമ്മ യശോദയോട് പറയുന്നു, അമ്മേ, ഇങ്ങനെയെല്ലാം പറയാതിരിക്കണമെങ്കിൽ അമ്മ എനിക്ക് ഇത്രയും വെണ്ണയും പാലും തരുമായിരുന്നു. വെണ്ണയും പാലും മതിയാവോളം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതും അഭിനയിച്ചതും. ഇപ്രകാരം ഒടുവിൽ സത്യം പറഞ്ഞെങ്കിലും പഴയതുപോലുള്ള കുസൃതികൾ കൃഷ്ണൻ അവസാനിപ്പിച്ചില്ല. ഏറെ ഉത്സാഹത്തോടു കൂടി തന്നെ അവ തുടരുകയാണ് ചെയ്തത്. ചങ്ങാതിമാരോടും കൂടി കൃഷ്ണൻ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി. ആ വീടുകളിലെല്ലാം ദേവലോക സുന്ദരിമാരെ പോലെ ഗോപികമാരുണ്ട്. അവർ കളിപ്പിക്കാൻ എളുപ്പമാണ്. അമ്മയെ പ്രീതിപ്പെടുത്തുന്ന അതേ രീതിയിൽ കൃഷ്ണൻ ഗോപികമാരെ തന്റെ വിലാസ വായ്പിനാലും നർമ്മരസത്താലും പ്രീണിപ്പിച്ചു. അതോടൊപ്പം അവരെ വിനോദത്തിന് വേണ്ടി പല തരത്തിൽ കബളിപ്പിക്കുകയും ചെയ്തു. കുസൃതിത്തരങ്ങളും വേണ്ടുവോളം കാട്ടി. അന്യായ കർമ്മങ്ങളെന്ന് പറയാവുന്ന കുസൃതിത്തരങ്ങളാണ് അവ. വീടുകളിൽ നിന്ന് വെണ്ണ, ശർക്കര, പഴം, പാൽ തുടങ്ങിയവ കവർന്നെടുത്തു തിന്നു. ഗോപികമാർ അതുമൂലം പരവശപ്പെട്ടു. നല്ല വാക്കുകൾ കൊണ്ട് കൃഷ്ണനെ അനുസരിപ്പിക്കുക സാധ്യമല്ലെന്ന് അവർ കണ്ടു. യശോദയോട് പരാതി പറയുകയേ നിവൃത്തിയുള്ളൂ. അവർ അതിന് മുതിർന്നു. ഗോപികമാർ ഒത്തുചേർന്ന് യശോദയോട് പരാതി പറയുന്നു, അമ്മയുടെ പുത്രനായ ഈ കോമള ബാലൻ എന്തെല്ലാം വികൃതത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അമ്മ അറിഞ്ഞാലും. ഇത്രയധികം വികൃതികൾ അവൻ കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ ദിവസവും അവൻ ഞങ്ങളോട് പലതരം ഉപദ്രവങ്ങൾ ചെയ്യുന്നു. അതുമൂലം ഞങ്ങൾക്ക് അവനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് എത്രയേറെ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിവരിക്കാൻ വാക്കുകളില്ല. പാലും വെണ്ണയും മറ്റും കട്ട് തിന്നുക എന്നത് സഖി കുഞ്ഞുങ്ങൾക്ക് സഹജമായിട്ടുള്ള വാസനയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ കൂടി തകർക്കുന്നത് എന്തിനാണ്? പാത്രങ്ങൾ ഒന്നൊന്നായി ഇവൻ തകർത്തു കളയുന്നതിലാണ് ഞങ്ങൾക്ക് സങ്കടം. ഇവനും കൂട്ടുകാരും കാട്ടുന്ന വിദ്യകൾ കേൾക്കണ്ടേ? ഉറികളിൽ തൂങ്ങുന്ന കലങ്ങളിൽ കൈയെത്താതെ വന്നാൽ ഉരലുരുട്ടിക്കൊണ്ട് വന്ന് അതിനു മീതെ കൊരണ്ടിയും മറ്റും വെച്ച് കലത്തിലുള്ളത് കവർന്നെടുക്കും. അപ്പോഴും എത്തിയില്ലെങ്കിൽ കോൽ കൊണ്ട് കുത്തി കലത്തിന്റെ മൂട് തുളച്ച് താഴോട്ടൊഴുകുന്നത് വായു കൊണ്ട് വിഴുങ്ങും. കലം നഷ്ടമാകുന്നു. കോമളാകാരനായ കൃഷ്ണൻ ഏവരുടെയും കണ്ണുകൾക്ക് ഇമ്പമേകിക്കൊണ്ട് അമ്പാടിയിലെങ്ങും വിലസി നടക്കുന്നു. അവനെ
അവനും ചങ്ങാതികളും ചേർന്ന് കാട്ടുന്ന വികൃതികൾക്ക് അളവില്ല. ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ച് ഭക്ഷിക്കാൻ എത്രയേറെ വിദ്യകൾ. അത് സഹിക്കാം എന്ന് വെക്കാം. പക്ഷേ പാലും തൈരും മറ്റും സൂക്ഷിക്കുന്ന പാത്രങ്ങൾ തകർത്തു കളയുക കൂടി ചെയ്യുന്നു. അപ്പോഴും അവന്റെ നേർക്ക് ഗോപികമാർക്ക് തോന്നുന്ന വാത്സല്യം വർദ്ധിക്കുകയേ ചെയ്യുന്നുള്ളൂ. എങ്കിലും ഗോപികമാർക്ക് പരാതി പറയാതെ നിവൃത്തിയില്ല. അവരുടെ പരാതികളുടെ ചുരുള് അഴിയുന്നു. യശോദയുടെ ഗോപികമാർ പറയുന്നു, ഞങ്ങളുടെ വീടുകളിൽ കയറി വെണ്ണയും പാലും പഴങ്ങളും മറ്റും കവർന്നെടുത്ത് ഭക്ഷിക്കുക മാത്രമല്ല കൃഷ്ണൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തുകൂടുന്ന കുരങ്ങനും പൂച്ചയ്ക്കും അതുപോലെയുള്ള മറ്റു ജന്തുക്കൾക്കും ആ ഭക്ഷണം വാരിയെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അത് കണ്ട് ഞങ്ങൾ ആരെങ്കിലും ചെന്നാൽ ഉടനെ കൃഷ്ണൻ ഓടി ഒളിക്കും. പിന്നീട് മറ്റു കുട്ടികളുമായി വരുന്നത് കൂടുതൽ ഉപദ്രവം ചെയ്യാനാണ്. മാത്രമല്ല, അരികിലെത്തുന്ന കുഞ്ഞുങ്ങളെ നീണ്ടുകൂർത്ത നഖങ്ങൾ കൊണ്ട് നുള്ളിക്കരയിക്കുക എന്നതും കൃഷ്ണന്റെ വിനോദമാണ്. ആ വിനോദത്തിൽ തെല്ല് പോലും ഹൃദയാലുത്വം കാണിക്കാറില്ല. എന്തിനധികം നിന്റെ പുത്രൻ ഞങ്ങളെ ഉപദ്രവിക്കുന്ന രീതികൾക്ക് കണക്കില്ല. ഓരോ ഉപദ്രവവും ഓരോ രീതിയിലാണ്. പാലും വെണ്ണയും കവർന്നെടുക്കാൻ അവന് അവസരം കിട്ടിയില്ലെന്നിരിക്കട്ടെ, അപ്പോൾ ചിരിയും കളിയും കൊഞ്ചലും സ്നേഹപ്രകടനവുമായി വന്ന് അവൻ ഞങ്ങളോട് കുശലം പറയും. അങ്ങനെ ഞങ്ങളുടെ പ്രീതി നേടിയെടുക്കുന്നു. തികഞ്ഞ മര്യാദക്കാരനായി ഇപ്രകാരം നടക്കുന്നതിനിടയിൽ തന്നെ പാത്രങ്ങൾ, പാൽക്കുഴ തുടങ്ങിയവ ചോർത്തിക്കളയുന്നു. ഉറികൾ അറുത്ത് താഴെയിടുകയും ചെയ്യുന്നു. ഉപദ്രവങ്ങളും നാശങ്ങളും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കാണാനിടയാകും. ഉടനെ തന്നെ സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞുകൊണ്ട് ഒരു കൂസലും കൂടാതെ അവൻ പോയിക്കളയും. പോകുന്നത് എപ്പോഴും മറ്റൊരു വീട്ടിലേക്കായിരിക്കും. അവിടെ ചെന്നിട്ട് പശുക്കുട്ടികളെ അഴിച്ചുവിടും. അവ അമ്മയുടെ അകിടിൽ നിന്ന് പാല് കുടിക്കുന്നത് കണ്ട് രസിച്ചുകൊണ്ട് അവൻ മറ്റൊരിടത്തേക്ക് പോകുന്നു. പുതിയ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് സഹികെട്ട് ഞങ്ങൾ കൃഷ്ണന്റെ അടുത്ത് തന്നെ നേരിട്ട് ചെല്ലാറുണ്ട്. അപ്പോഴത്തെ അനുഭവത്തെപ്പറ്റി അത്ഭുതമെന്നേ പറയേണ്ടു. കൃഷ്ണന്റെ കോമളവദനവും ഭാവഹാവവും, ലോകത്തെ മുഴുവൻ വശീകരിക്കുന്ന മന്ദഹാസവും, ശ്യാമവർണ്ണമാർന്ന സുന്ദരമായ കളയബരം കൊണ്ട് ഞങ്ങൾ മറ്റെല്ലാം മറന്ന് ആനന്ദമഗ്നരായി പോകുന്നു. അവനെ മുറുകെ പുണരാനും സന്തോഷിപ്പാനും മാത്രമേ ഞങ്ങൾക്കപ്പോൾ തോന്നുകയുള്ളൂ. ആ കൊച്ചു കള്ളനെ അടക്കി നിർത്താൻ ആവില്ല പ്രിയ സഖി. നിനക്ക് മാത്രമേ അവനെ നേർവഴിയിലൂടെ നയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ പ്രസവിച്ച കുട്ടിയായിട്ടാണ് അവനെ ഞങ്ങൾ കാണുന്നത്.